നിങ്ങളും ഒരു കോടീശ്വരനായാൽ എങ്ങനെ ഇരിക്കും? പുതിയ കാറ്, സ്വപ്ന വീട്, യാത്രകൾ ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാക്കാം അല്ലെ? പക്ഷെ അതിന് വേണ്ടത് പണം മാത്രമല്ല, ശരിയായ വഴിയും മനോഭാവവും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോടീശ്വരനാകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെ നമുക്കൊരു സമ്പന്നനാകാം എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിക്കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തുതരാം. ഒന്ന്, നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. 2, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു താങ്ക്സ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു പണക്കാരനാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ വേറെ മറ്റു പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരാകാൻ പറ്റുള്ളൂ, ഒരു സമ്പന്നൻ ആകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പണക്കാരനാകാൻ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? നല്ലൊരു മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ടായിരിക്കും പെട്ടെന്ന് പണക്കാരനാകാം. ഒരിക്കലും നമുക്കൊരു സുപ്രഭാതത്തിൽ നമുക്കൊരു പണക്കാരനാകാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും പണക്കാരനാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ലോങ് ടേമിലേക്കാണ്. ഒരു 3 to 5 ഇയേഴ്സിന് അപ്പുറത്തേക്ക് മാത്രമേ നമുക്ക് പണക്കാരനാകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം രാത്രി നമുക്ക് കടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പണക്കാരനാകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് ഒരിക്കലും ഷോർട്ട് ടേം പീരീഡിൽ നമുക്കൊരു പണക്കാരനാകാൻ പറ്റത്തില്ല. അതിന് സമയം എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മൈൻഡിൽ കയറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്നറിയോ? നമ്മുടെ ഗ്രോത്തിൽ ഒരു വിശ്വാസം വേണം. അതായത് പല ആളുകളുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കും, എന്നിട്ട് അതിനകത്തൊരു പരാജയം കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, അതിൽ നിന്ന് മാറാൻ നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് വേണ്ട എന്താണ്? നിങ്ങളുടെ മൈൻഡ് സെറ്റിന് നിങ്ങൾ ആദ്യം ചേഞ്ച് ആക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നിങ്ങൾക്ക് പണക്കാരനാകാൻ പറ്റില്ല എന്നും പണക്കാരനാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 വർഷം മുതൽ 5 വർഷം വരെയൊക്കെ ടൈം എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ കയറ്റി വെക്കണം. രണ്ടാമത്, ഇൻക്രീസ് യുവർ ഇൻകം. അതായത് നിങ്ങളുടെ വരുമാനത്തെ നിങ്ങൾ കൂട്ടാൻ നോക്കുക. അതിന് പല വഴികളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു സ്കില്ല് ഇല്ലെങ്കിൽ നമുക്ക് ആ സ്കില്ല് പഠിച്ചുകൊണ്ട് നമുക്ക് അതിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോഡിംഗ് പഠിക്കാം, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, ട്രേഡിംഗ് പഠിക്കാം, സെയിൽസ് പഠിക്കാം. അപ്പൊ ഇതൊക്കെ കുറെ സ്കില്ലുകളാണ്. അപ്പൊ ഈ സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്കില്ലിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ സൈഡ് ഇൻകം ആയിട്ട് ഒരു ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീലാൻസിംഗിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെയും ഡ്രോപ്പ് ഷിപ്പിംഗിലൂടെ ഒക്കെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ മാനേജ്മെന്റിനോടോ അല്ലെങ്കിൽ ആ കമ്പനിയോടോ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി കൂട്ടിത്തരാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാം. അങ്ങനെ നിങ്ങളുടെ വരുമാനം കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് നമ്മുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഇനി മൂന്നാമത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ചെലവുകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ സ്പെൻഡിങ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് എന്തായാലും ഒരു ചെലവ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വരുമാനം ഇല്ലെങ്കിൽ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെലവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വരവായിക്കോട്ടെ നിങ്ങളുടെ ചെലവായിക്കോട്ടെ അതിനെ നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 14,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളത്തിൽ നിന്നും എന്തൊക്കെ എക്സ്പെൻസസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 3 മാസം നിങ്ങളുടെ വരവ് ചെലവുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അനാവശ്യമായിട്ട് ചെലവുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അവിടെ കട്ട് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വരുമാനത്തെയും നിങ്ങളുടെ ചെലവുകളെയും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. മാത്രമല്ല ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇപ്പോൾ മാസം ഒരു 15,000 രൂപയുടെ ശമ്പളം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്കൊരു മാസം ചിലപ്പോൾ 20,000 രൂപയുടെ ചെലവുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകരുത്. അതായത് നിങ്ങളുടെ വരുമാനത്തെക്കാൾ നിങ്ങളുടെ ചെലവ് കൂടുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവിനെക്കാട്ടിലും വളരെ കുറവാണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ആ ജോബ് അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് അടുത്ത ജോബിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക.
അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വരവിനെക്കാട്ടിലും കൂടുതൽ ചെലവിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകരുത് കേട്ടോ. പിന്നെ നാലാമത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, എല്ലാ മാസവും ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നേരത്തെ തുടങ്ങാൻ നോക്കുക. അതായത് ഇപ്പൊ നമുക്ക് SIP ഒക്കെ അവൈലബിൾ ആണ് അല്ലെ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറെ നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാസം ഒരു ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും പിന്നെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അഞ്ചാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ജോബിന് പുറമെ അല്ലെങ്കിൽ ജോലിക്ക് പുറമെ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം എപ്പോ വേണേലും നമ്മുടെ ജോലി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അതിന് പുറമെ നിങ്ങൾ സൈഡ് ആയിട്ടൊരു ഇൻകം നിങ്ങൾ എപ്പോഴും ജനറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ജോലിക്ക് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സൈഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് ഇപ്പോൾ നമുക്കിപ്പോ റിച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള പല പുസ്തകങ്ങളുണ്ട് അല്ലെ. ഇപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ബുക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എപ്പം ഇടക്കിടക്ക് വായിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയും അതുപോലെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരു പണക്കാരനാകാനുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു പണക്കാരനാകാൻ പോകുന്നില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് പണക്കാരനാകാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും കടക്കെണിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഒരിക്കലും ഡെപ്റ്റ് ട്രാപ്സിൽ പെട്ടു പോകരുത്. ഒരാവശ്യമല്ലാണ്ട് EMI എടുക്കുക, ലോൺ എടുക്കുക, കടം വാങ്ങിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു ക്യാൻസർ പോലെയാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് പറയാൻ പറ്റുന്ന രോഗമാണ് ഈ കടം വാങ്ങല്, ആവശ്യമില്ലാത്ത കടം വാങ്ങല്, ആവശ്യമില്ലാത്ത ലോൺ എടുക്കുക, ആവശ്യമില്ലാത്ത EMI എടുക്കുക. അപ്പൊ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കടക്കണിയിൽ പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒരിക്കലും ഒരാവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്, കടം, ലോണ്, EMI പോകാതിരിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ കാണാൻ പറ്റും. അതിലൊന്നും പോയിട്ട് പെടാതിരിക്കുക. നമുക്ക് ഒരിക്കലും ഒരു പണക്കാരനാകാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക് മാത്രമേ നമുക്കൊരു പണക്കാരനാകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അത് ലോങ് ടൈമിലേക്ക് ചിന്തിച്ച് ലോങ് ടൈമിലേക്ക് പണക്കാരനാകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണം. എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വർഷം നിങ്ങൾ ജോലിക്ക് പോയി, ആ ഒരു വർഷം കൊണ്ട് നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ ഒരു സേവിങ്സ് അക്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പൈസക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല, നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ, നിങ്ങൾ 1 ലക്ഷം രൂപ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു എമർജൻസി ഫണ്ട് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കടം എടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കടക്കാരന് കടം വീട്ടുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ എമർജൻസി ഫണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത കടം നിങ്ങൾ നേരെ തിരിച്ച് അതിലേക്ക് തന്നെ വെക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് മെച്ചങ്ങളുണ്ട്. അപ്പോൾ പണക്കാരനാകണമെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ പോരാ, വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണത്തെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ്. വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു താങ്ക്സ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.